ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജ്ഞാനാവതി. ഓക്കെ, ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഓക്കെ, പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഒരു വർക്കിംഗ് ഡേയിൽ ഞാൻ വീട്ടിൽ നിന്ന് എന്താണ് സംഭവം, ഇന്നൊരു വർക്കിംഗ് ഡേ, എനിക്കിന്ന് എവിടെയും പോകണ്ട. സോ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മോർണിംഗ് റൊട്ടീൻ കേട്ടോ, ഫുള്ളൊന്നും എടുത്ത് ഒന്നും കാണിക്കാനില്ല. സോ അതിന് ഫസ്റ്റായിട്ട് ഞാൻ ഈ കട്ടിലേക്ക് എഴുതേക്കണം. സോ നമുക്ക് എഴുന്നേക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഓക്കെ, സാധാരണ ഞാൻ കുറച്ച് പാടുപെട്ടാണ് എഴുതേക്കാറ്. പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം എഴുന്നേക്കുന്നത് വെച്ചു. രാവിലത്തെ കോലം കണ്ടൊന്നും പേടിക്കണ്ട, എൻ്റെ കണ്ണൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം സമയം ഇപ്പോൾ 8:45. ഓക്കെ ഗൈസ്, നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ ഈ സമയമാവും എഴുന്നേൽക്കാൻ. ഇപ്പോൾ എൻ്റെ അമ്മ ജില്ല വിട്ട് കാണും, അനിയൻ ഇപ്പോൾ ഈ പ്രദേശമേ വിട്ട് കാണും. ഓക്കെ, ഇനിയിപ്പോൾ ഈ വീട്ടിൽ ബാക്കിയുള്ള അച്ഛൻ മാത്രമാണ്. അച്ഛൻ ഇന്ന് സ്കൂളിൽ പോകണം. സോ അച്ഛനിപ്പോൾ കുളിക്കുകയൊക്കെ ആയിരിക്കും. ഇനിയിപ്പം ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് താഴെ പോയി അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ്, അച്ഛന് ചായ അത് ഇത്ര ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ലഞ്ച് എടുത്ത് ബാഗിൽ പോകും. ലഞ്ചൊക്കെ നമ്മൾ രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതൊന്നെടുത്ത് ബാഗിൽ വെച്ച് കൊടുക്കണം. പിന്നെന്താ പിന്നെ വീട്ടിലെ കുറച്ച് ചില്ലറ തൂക്കൽ വാരൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഉണ്ടാവും. അപ്പം അതൊക്കെ ചെയ്യണം. അതിന് ഞാനിവിടെ എഴുന്നേറ്റ് പോകണം. ആദ്യമേ നമുക്ക് പോവാം, പയ്യെ പോവാം. ഓക്കെ, അപ്പം എൻ്റെ വീട്ടിലെ ഒറ്റ മനുഷ്യർക്ക് ഈ ക്യാമറ വരാൻ താല്പര്യമില്ല ഗൈസ്. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇൻവെർട്ടറാണ് ഗൈസ്, ഇൻവെർട്ടർ. എനിക്ക് അറിഞ്ഞൂടെ ഇവരൊക്കെ എന്താ ഇങ്ങനെ, ഐ ഡോണ്ട് നോ. സോ അതുപോട്ടെ, ഇൻവെർട്ടേഴ്സിന് ആർക്ക് വേണം, പോട്ടെ. അപ്പം സോറി ഗൈസ്, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇടയ്ക്ക് തുമ്മലുണ്ട്, അതിൻ്റെയാണ് ഈ വലിച്ചു കയറ്റുന്നത്. ഓക്കെ, അത് പോട്ടെ, അത് നിങ്ങളെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് തരാം. പിന്നെ ഇവിടുത്തെ ജനലെല്ലാം തുറക്കണം. താഴെ ജനലെല്ലാം അച്ഛൻ തുറന്നിട്ടുണ്ടാവും, മണ്ടയ്ക്കത്തെ എല്ലാം ഞാൻ തുറക്കണം. കണ്ടില്ലേ ഗൈസ്, തുറന്നിട്ടില്ല. സോ അതെല്ലാം ഒന്ന് തുറക്കണം. ഇതാണെങ്കിൽ അനിയൻ്റെ റൂമാണ്. ഞാൻ എൻ്റെ റൂമിൽ കിടക്കാറില്ല, ഞാനും അനിയനും കൂടെ ഒരുമിച്ചാണ് കിടക്കുക. സോ ഈ റൂം വൃത്തിയാക്കണം. 2 പേരുടെ പുതപ്പ്, തലയണ, അവൻ്റെ തലയണ, എൻ്റെ തലയണ, പിന്നെ കെട്ടിപ്പിടിക്കുന്ന വേറൊരു തലയണ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ അടുക്കി പറക്കി വെക്കണം, ജനൽ തുറക്കണം, കുറേ പണിയുണ്ട് ഗായ്സ്. അപ്പം അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം എനിക്ക് പല്ല് വെച്ചില്ല. പിന്നെ ഞാൻ തന്നെ അലയിൽ പോയിട്ടുണ്ട്. കാണാവോ, ഇൻവിസിബിൾ അലയിൽ വേണം, കാണാവോ എന്ന് ചോദിക്കുന്നു വണ്ടി. അവിടെ അത് കാണാൻ പറ്റില്ല. അപ്പം അതിട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം പല്ലൊക്കെ തേക്കാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വെറും വയറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. സോ ഒരു സാധനം ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിക്കുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാം. എഴുന്നേറ്റിട്ട് മുഖമൊന്നും, ഇത് അനിയൻ്റെ റൂമാണ് ഗൈസ്. എത്രയും വൃത്തി ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. നോക്കട്ടെ, അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കുറേ നാളായി ഗൈസ് ഞാൻ അതിൽ കയറിയിട്ട്. സോ വലിയ കുഴപ്പമില്ല. കൈയിടിച്ച് ഗൈസ്, കൈയിടിച്ച്. ഇനി മുഖമെല്ലാം ഒന്ന് കഴുകിയിട്ട് താഴോട്ട് പോകണം. താഴോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മുഖം കഴുകിയിട്ട്. ഓക്കെ, ബൈ. മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഓർത്തത് ഞാൻ ടവലുണ്ടല്ലോ. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി ടവലൊക്കെ എടുത്ത് തുടച്ച്. വെളുത്തല്ലേ ഗൈസ്, ഇത് ലൈറ്റിൻ്റെ ആണോ ആർക്കറിയാം. ഓക്കെ, അങ്ങനെ മുഖമൊക്കെ തുടച്ചു. ഇനിയിപ്പോൾ പയ്യെ ഞാൻ താഴോട്ട് പോകണം. അമ്മ ഇവിടെ രാവിലെ വന്ന് വെളിയിലോട്ട് വാഷിംഗ് ഏരിയയിലോട്ടുള്ള ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. സോ
എനിക്കിനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇനി താഴോട്ട് പോവാണ്. താഴെ പോയിട്ട് അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അതൊന്നും കാണിക്കത്തില്ല കേട്ടോ, എൻ്റെ ഡെയിലി റൊട്ടീനകത്ത് അതൊന്നും ഇല്ല. അതൊക്കെ അവരുടെ റൊട്ടീനാണ്, ഞാൻ എടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം ഗൈസ്. പിന്നെ ഞാൻ നല്ല താഴെ എത്തി, അച്ഛൻ കുളിക്കാൻ തോന്നുന്നു. സോ ഞാൻ ഇവിടുത്തെ കുറച്ച് ചില്ലറ പരിപാടികൾ കഴിഞ്ഞ് ബാക്കി എടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ അച്ഛന് ഫുഡൊക്കെ കൊടുത്തു, അച്ഛൻ പോയി. സോ ഞാൻ ദാണ്ടെ ആയുധം എടുത്തിറങ്ങിയിട്ടുണ്ട്. സോ സിറ്റ് ഔട്ട് തൂക്കാനാണ്. സിറ്റ് ഔട്ട് തൂത്തിട്ട് പിന്നെ ഡോറൊക്കെ അടച്ച് പെരക്കകത്ത് കയറിയിരിക്കണം. ഓക്കെ, സിറ്റ് ഔട്ടിലാണ്. സോറി ഗൈസ്, അപ്പുറത്ത് ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ റോഡിൽ നിന്ന് ടാറ്റ കാണിച്ചത് ഗൈസ്. അപ്പം ഞാൻ ടാറ്റ കാണിക്കാൻ പോയത്. അപ്പം പിന്നെന്താ, പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് തൂത്തിട്ട് ബാക്കി എൻ്റെ ഡെയിലി റൊട്ടീൻ, മുടിയൊക്കെ എന്താ ചെയ്യുന്നു, ബാക്കി എൻ്റെ ഡെയിലി റൊട്ടീൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ജനലെല്ലാം തുറന്നു. അതുകൊണ്ട് എൻ്റെ റൂമിൽ വന്നു. ഓക്കെ, ഇനിയും വേണം ഞാൻ പല്ല് തേക്കണം, മുഖമൊക്കെ നല്ലോണം ഫേസ് വാഷ് ഇട്ട് കഴുകണം. ഞാൻ നേരത്തെ ചുമ്മാ വെള്ളത്തിൽ കഴുകിയതുള്ളൂ. ഓക്കെ, അപ്പം അത് കഴുകണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് എൻ്റെ സ്കിന്ന് ഭയങ്കര, ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. സോ ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും ജെല്ലും ഒക്കെ ഇപ്പോൾ മുഖത്തിടണം. അപ്പം അതിട്ടിട്ട് ഒരു ലിപ് ബാമും ഇട്ട് ഞാനിവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 2 കൂട്ടം സാധനങ്ങളുണ്ട്. ഓക്കെ, അതും കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ പല്ല് തേക്കണം. സോ പല്ല് തേക്കാൻ ഞാൻ ഭയങ്കര സാധനങ്ങളുടെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഞാൻ പല്ല് തേക്കുന്നത്, അയ്യോ എങ്ങനെ കാണിക്കും, വെയിറ്റ്, കോൾഗേറ്റിൻ്റെ മാക്സ് ഫ്രഷിൻ്റെ ഈ ബ്ലൂ ദിസ് വണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ പേസ്റ്റ്. പക്ഷെ ഞാനിത് നേരത്തെ എൻ്റെ ചാർക്കോളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതെൻ്റെ പുതിയതാട്ടോ. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പല്ല് തേക്കുന്നത് ഒരു ടാസ്ക്കാണ് ഗൈസ്. അതിന് ഞാൻ അലൈൻ റൂയി അത് കഴുകി വെക്കും. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ഇട്ട് ചുമ്മാ പല്ല് തേക്കും, എൻ്റെ പിങ്ക് ബ്രഷ്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ പിന്നെ പേസ്റ്റ് ഇട്ട് ഒന്നുകൂടെ തേക്കും. ഇനി 2 പ്രാവശ്യം രാവിലെ തന്നെ പല്ല് തേക്കും ഗൈസ്. എൻ്റെ പല്ല് കണ്ടാൽ പറയുമോ ഗൈസ്, ഈ എൻ്റെ ഒരു യെല്ലോയിഷ് കളർ ഉള്ള ഇതാണ് പല്ല്. സോ ഓക്കെ, പല്ല് തേക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫേസ് വാഷ് ഞാനിങ്ങനെ മാറ്റി ഉപയോഗിക്കും. ഇപ്പം കറൻ്റ് ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, ഇതെന്താ ബ്ലൂബെറി ഫേസ് വാഷാണ്. ഓക്കെ, ഫോർ യൂത്ത്ഫുൾ ആൻഡ് റേഡിയൻ സ്കിൻ. ഇതിൻ്റെ ഭംഗി കണ്ടെടുക്കുന്നതാണ് താഴത്തെ ഗൈസ്. അപ്പം ഇതിൻ്റെ ഭംഗി കണ്ടെടുക്കുന്നതാണ് ഗൈസ്. ഇതിന് മുമ്പ് ഞാൻ ഒരു VLCC എന്ന് പറഞ്ഞിട്ട് ഒരു നാച്ചുറൽ സയൻസ് ടർമറിക് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് തീർന്നില്ല, പക്ഷെ എനിക്ക് ഇതങ്ങ് മടുത്തു പോയി ഗൈസ്. ശകലം കൂടി ഉണ്ട് ഇത്, പക്ഷെ ഞാൻ ഉപയോഗിക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു ട്രാവലിൻ്റെ ഇടയ്ക്ക് പുതിയത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കൊണ്ടുപോയത് ഗൈസ്. പിന്നെ അതങ്ങ് യൂസ് ചെയ്ത് ഇതിവിടെ വെച്ചിരുന്നു. ഇത് യൂസ് ചെയ്യാം. സോ ഞാൻ ഒന്ന് പല്ല് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ ഫേസൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു, അലൈനർ എടുത്ത് മാറ്റി. ഈ ശരിക്കും ഫുൾ ടൈം ഇടേണ്ട അലൈനറാണ് ഗൈസ്. ഞാൻ പക്ഷേ രാത്രി മാത്രമേ ഇടാറുള്ളൂ, കാരണം അതിട്ടാൽ എനിക്ക് നേരെ തന്നെ സംസാരിക്കാൻ അറിയത്തില്ലെന്ന്. ഒന്നാതെ ഞാൻ വഴന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ അതും കൂടി ഇട്ടുള്ള അവസ്ഥ ആലോചിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫേസിൽ ഈ ഡ്രൈനെസ് മൊത്തം കയ്യിൽ നിന്ന് പോവാണ് ഗൈസ്, ഡ്രൈനെസ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ അടുത്ത സമയം തൊട്ട് ഒരു ഹിമാലയയുടെ നീം ജെല്ല് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്
ഓക്കെ, കണ്ട ഹിമാലയ കാണുന്നില്ല, ഹിമാലയ നീം ജെല്ല് ഇതിടും. ഇത് നല്ല സാധനം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ കാണാവോ? ആ, ഞാൻ പക്ഷേ ഇത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഇത് രണ്ട് ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ ഹിമാലയയുടെ നേരത്തെ ഞാൻ അലോവേര ട്രൈ ചെയ്തിട്ടുണ്ട്, ഇറ്റ് വാസ് നൈസ്. പക്ഷേ അലോവേര ഞാൻ ഈ പ്രാവശ്യം നോക്കിയിട്ട് കിട്ടിയില്ല ഗൈസ്. അപ്പം ഞാൻ നീം മേടിച്ചത്, രണ്ട് വിലയിൽ ഇരിക്കട്ടെ എന്ന് വെച്ചു ഞാൻ. പിന്നെ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറിന് മുമ്പ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, ലൈറ്റ് മോയ്സ്ചറൈസറോ ലൈറ്റ് വെയ്റ്റ് അല്ല സർ, ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് ഇതാണ് ലൈറ്റ് വെയ്റ്റ് സൂപ്പർ ലൈറ്റ് ജെല്ല്, ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിട്ടിട്ടേ എനിക്കൊരു സുഖം തോന്നില്ല ഈ അടുത്ത സമയത്ത്. ഒരു ഡൾനെസ് പെട്ടെന്ന് എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഈ പൊടി പിടിക്കും ഗൈസ്. അപ്പോൾ എന്താ, എനിക്ക് എന്തിട്ടാലും പെട്ടെന്ന് ഒരുമാതിരി ഓയിലി ആവുകയും ചെയ്യും. അത് മാത്രമല്ല പെട്ടെന്ന് ഞാനിങ്ങനെ ഇരുളും. സോ ഞാനിപ്പോൾ വെളിയിൽ പോകുമ്പോൾ ഒന്നും ഇടത്തില്ല. ഇപ്പം ഇടയ്ക്ക് ഓർക്കുവാണെങ്കിൽ മാത്രം ഈ ഞാൻ കാണിച്ചില്ലേ ആ ജെല്ലും മോയ്സ്ചറൈസർ ഇടും, ഇല്ലെങ്കിൽ ഒന്നും ഇടില്ല. ജസ്റ്റ് കണ്ണെഴുതും, ലിപ്സ്റ്റിക്ക് ഇടും, ഇറങ്ങിപ്പോവും. അതാണ് മെയിൻ. ഓക്കെ, സോ ഞാനിന്ന് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ് പോകുന്നല്ലേ, വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് സ്കിന്ന് ഡ്രൈ ആവും ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതൊന്നിട്ടേക്കാം, വീട്ടിൽ ഇരിക്കുകയല്ലേ, സ്കിന്ന് ഡ്രൈ ആക്കണ്ട, കിട്ടുന്ന സമയത്ത് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. സോ ഞാനപ്പം ഇത് രണ്ടും ഇടാൻ പോവാണ്. ഓക്കെ, ഞാൻ വളരെ കുറച്ചേ ഇടത്തുള്ളൂ ഗൈസ്. ഇതൊക്കെ രാവിലെ മുഖത്ത് ശലം മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതാണ് ഒരു ഉദ്ദേശം കേട്ടോ. ആരായിരുന്നു ഈ സെലിബ്രിറ്റീസ് ഒക്കെ രാവിലെ എഴുന്നേറ്റ് കുറേ സെറമൊക്കെ ഇട്ട് ഇങ്ങനെ ഫേസൊക്കെ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുന്നതാണ്? അതൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ചുമ്മാ ഇത് ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് കേട്ടോ. ഇതൊക്കെ വല്ലപ്പോഴും ഉള്ളതാണ്. പിന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കല്ലേ ഗൈസ്, അപ്പം മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാട്ടോ. ലൈറ്റിംഗ് ഇല്ല അല്ലേ? ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, കണ്ടോ ഒരു മാറ്റം തോന്നില്ലേ? അതോ എനിക്ക് തോന്നാണ്? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ്. ഓക്കെ, ഞാൻ പിന്നെ ലൈറ്റുള്ള എവിടെയെങ്കിലും വെക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കട്ടെ, വേറൊരു മാർഗം. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇവിടെ ശകലം വെട്ടമുണ്ട്. ഓക്കെ, ഇനിയിപ്പം മോയ്സ്ചറൈസർ ഇടാം. ഞാനേ ഇവിടെ അച്ഛനും അമ്മയും ആരും ഇല്ലല്ലോ. സോ ഞാൻ ഇടയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങിയാലൊന്ന് ആലോചിക്കുന്നുണ്ട് ഗൈസ്. ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. ചിക്കനൊക്കെ മേടിച്ച് വൈകിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുത്താലോ? നടക്കത്തില്ല ഗൈസ്. ഞാൻ എത്ര ദിവസമായിട്ടാണ് ഞാൻ ഈ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആലോചിക്കും ഈ എന്തെങ്കിലും മേടിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. നടക്കില്ല. ഇനിയിപ്പം നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, കണ്ടൻറ്റ് വേണ്ടേ ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടൻറ്റ് ആക്കിക്കൂടി. എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫ് തന്നെ ആയിരിക്കും കാണുന്നതിന്. ലൈഫ് തന്നെ ആയിരിക്കും കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടെ നിന്ന് കിട്ടും ഗൈസ് ഇത്രമാത്രം കണ്ടൻറ്റ്? എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പം പറഞ്ഞു നമ്മൾ വിഷയത്തിൽ നിന്ന് പോയി ഗൈസ്. ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനിയിപ്പോൾ ഒരു സാധനം കൂടി ഉണ്ട് ഗൈസ് ഇടാൻ. അത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ജ്യൂസി ലിപ്സ് എന്തിൻ്റെയാണോ എന്തോ, ആർക്കറിയാം. അപ്പം ലിപ് ബാമും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. സോ ഇപ്പം പോയേന് ഇപ്പം വില പറഞ്ഞേനെ ഞാൻ. സോ അതും കൂടി ഇടാം. അതും കൂടി ആകുമ്പോൾ തൃപ്പതിയാവും. എൻ്റെ കണ്ട് നല്ല ചുമന്ന ചുണ്ടുകളായിരുന്നു ഗൈസ്. ഇപ്പം എന്ത് കിട്ടിയെന്തോ. പക്ഷേ ഇതിട്ട് കഴിയുമ്പോഴേ ഒരു നാച്ചുറൽ ഫീൽ കിട്ടും ഗൈസ്.
എനിക്കറിയത്തില്ല, ഇത് ജ്യൂസി ലിപ്സ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഗൈസ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ എനിക്കറിയില്ല, ഞാൻ എല്ലാം ഇത് ഓഫ്ലൈനിൽ നിന്നാണ് മേടിക്കാറ്. സോ ഓൺലൈനിൽ നിന്ന് പണ്ടൊക്കെ മേടിക്കുമായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടാനൊക്കെ ഇഷ്ടമായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും താല്പര്യമില്ല. പണ്ട് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇടുമായിരുന്നു, ഞാൻ എപ്പോഴും ഇടുമായിരുന്നു എന്നല്ല, പക്ഷെ ഞാൻ മേടിച്ച് വെക്കുമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇഷ്ടമല്ല ഗൈസ്. നാച്ചുറൽ ബ്യൂട്ടിയിലാണ് കാര്യം. ഇതൊക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു എൻ്റെ സ്കിന്നൊക്കെ അടിച്ചു പോയത്. അപ്പം അങ്ങനെ ഇനിയിപ്പം നമുക്കെന്താ, എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു, ലിപ് ബാമൊക്കെ ഇട്ടു. ഇനിയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് മുമ്പ് നിങ്ങളെ ഞാൻ കുറേ നേരം കൊണ്ട് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാണിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് തീരാനായിരുന്നു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ കുറേ നാൾ കൊണ്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു എത്ര നാളായിക്കണം, 1 വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ. 1 വീക്കായിട്ട് അത് കഴിക്കുകയല്ല, കുടിക്കുന്ന സാധനമാണ്. ഈ ബീട്രൂട്ടും ആപ്പിള്, ക്യാരറ്റ്, നെല്ലിക്ക, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് അരിച്ചിട്ട് ഫ്രിഡ്ജ് വെക്കും. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അത് ഒരു കപ്പിൻ്റെ ഒരു 1/4 ഭാഗമൊന്നും വേണ്ട, അതിൽ താഴെ എടുത്തിട്ട് ഭയങ്കര കളറാണ്, ഭയങ്കര ബീട്രൂട്ടിന് ഭയങ്കര സൂപ്പർ കളർ, എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് എടുത്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കണം. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഉപ്പൊക്കെ ഇട്ട് കുടിച്ചാൽ അടിപൊളിയാണ്. ഞാൻ ചിലപ്പോൾ ഉപ്പിടും, ചിലപ്പോൾ ഉപ്പിടത്തില്ല. ചില ദിവസം നമുക്ക് മടി വരുമല്ലോ കുടിക്കാൻ. ഉപ്പിടുമ്പോൾ നല്ല ടേസ്റ്റാവും. ഈ നെല്ലിക്കയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. സോ കുറച്ച് ഉപ്പിടുമ്പോൾ നല്ലതാണ്. അപ്പം അത് കുടിക്കും. ഇന്ന് മുതൽ ഞാൻ പിന്നെ ഇവിടെ തേൻ ഇരിപ്പുണ്ട് ഗൈസ്. ഞാനപ്പം തേൻ കുടിച്ചാലോ, വെറും വയറ്റിൽ ഒരു സ്പൂൺ തേനൊക്കെ കുടിച്ചാൽ ഇങ്ങനെ ചെടിക്കും. അതാണ് പ്രശ്നം. നോക്കട്ടെ, ഒരു 1/2 സ്പൂണെങ്കിലും എങ്ങനെയെങ്കിലും വായിക്കാത്താക്കണം. ഓക്കെ, അപ്പം അത് ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. കാരണം വണ്ണം കുറയ്ക്കണ്ടേ ഗൈസ്, വെയിറ്റ് കൂടുതല. ഞാൻ റെഗുലറായിട്ടൊന്നും ജിമ്മിൽ പോകത്തുമില്ല, ഡയറ്റൊന്നും എന്നെ കൊണ്ട് നടക്കത്തുമില്ല. സോ നമുക്ക് കുറുക്ക് വിദ്യയിലൂടെ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം. ഓക്കെ, സോ നോക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും കുടിച്ചാൽ മതിയായിരുന്നു. വണ്ണം കുറയാനുള്ള അതിയായ ആഗ്രഹം കാരണം ഞാൻ എല്ലാ ദിവസവും കുടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ഓക്കെ, സോ നമുക്ക് തേൻ കുടിക്കണം. ആദ്യമേ തേൻ കുടിച്ചിട്ട് പിന്നെ ആ ജ്യൂസ് കുടിക്കാം. ഓക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എനിക്ക് ഈ അടുത്ത സമയത്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഹെയർ റൊട്ടീൻ കാണിക്കാവോ, ഹെയറിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ഹെയറിന് വേണ്ടിയിട്ട് ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഹെയറിന് വേണ്ടി അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് എൻ്റെ കുറേ മുടി അങ്ങ് പൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഹെയർ കെയർ റൊട്ടീനിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടാം. ഓക്കെ, പിന്നെ അത് ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചോദിച്ചോ. ഞാൻ കമൻറ്റ് എല്ലാം വായിക്കും, എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ഹെയറിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോഴാണല്ലോ ഞാനത് പറഞ്ഞത്. അപ്പം ഹെയറൊക്കെ കുറച്ചൊക്കെ പോയി. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാനല്ലാതെ പച്ചക്കറി എന്നിട്ട് എന്തായാലും എനിക്ക് മിനറൽസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഞാൻ ഈ പച്ചക്കറിയൊക്കെ തിന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കണക്കാം. സോ ഞാനപ്പോൾ വിചാരിച്ചു വിറ്റാമിൻ കഴിക്കാവുന്ന. സോ അതിൻ്റെ 1-2 ടാബ്ലറ്റ്സ് കഴിക്കണം. ഒന്ന് ഒമേഗ 3 ആണ്, ഒന്ന് വേറൊരു ഹെയറിൻ്റെ കരാഗ്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഹെയറിന് പറ്റിയതാണ്. സോ അതും കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിക്കണം. ഓക്കെ, നമുക്കെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, സോറി ഗൈസ്. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നു. ഹണി എടുത്തു. ഹണി കണ്ട, ഇത് മറ്റേ ഹോർട്ടികോർപ്പിൻ്റെ ഹണി കേട്ടോ, ഗവൺമെൻറ് ഓഫ് കേരള പ്രോഡക്റ്റ്. കണ്ട, ഇവിടാണ് എൻ്റെ ഒരു പേരമ്മ വർക്ക്. സോ പേരമ്മയോട് പറഞ്ഞാൽ മതി, പൈസ കൊടുക്കുമ്പോൾ പേരമ്മ ഇത് എടുത്തോണ്ട് തരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. ഇത് കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. കുറേ നാൾ മീൻസ് ഒരു 4-5 മാസമായി കാണും ഗൈസ്.
അപ്പം അതൊന്ന് അതിനകത്ത് നിന്ന് അത് കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ വെക്കും ഞാൻ. ഓക്കെ, ഇതിവിടെ വെച്ചാൽ നമുക്ക് തന്നെ സെറ്റ്. അപ്പം ഇത് ഭയങ്കര പാടാണ് ടേസ്റ്റ് തുറക്കാൻ. ഓ അടിപൊളി മണോടെ, അടിപൊളി. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്? എന്താ കുറുകിയതായിരുന്നു, ഇങ്ങനെയാണോ ഇരിക്കണ്ടേ? അത് എന്തെങ്കിലും പറ്റിയതാണോ ഇതിന്? നോക്കട്ടെ ഗൈസ്, ഞാനിതിൻ്റെ അടുത്ത 18 മാസത്തേക്ക്. ഓക്കെ, 4-ാം മാസം പാക്ക് ചെയ്ത് അടുത്ത 18 മാസമായിട്ടില്ല, 2025 തന്നെയല്ലേ ആയുള്ളൂ. സോ ഇത് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സോ ഞാൻ ഗൈസ്, എനിക്ക് ഇത്രയും തിന്നാൻ വയ്യ. സോ എന്തായാലും വെങ്കിട്പതി നമുക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനങ്ങ് കഴിക്കുകയാണ്. ഞാനങ്ങ് ഇറക്കി ഗൈസ്. എനിക്ക് ഇത്രയും മധുരം തിന്നാൻ വയ്യ. എന്തൊരു മധുരമാ! എനിക്ക് മധുരം പൊതുവെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, പക്ഷെ അത്രയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മധുരമായിപ്പോയി ഗൈസ്, വല്ലാണ്ട്. മധുരം ചെടിച്ചു പോയി ഗൈസ്, ചെടിച്ചു പോയി. ഇതിനെനിക്ക് കഴുകിയൊക്കെ വെക്കണം ഗൈസ്, അല്ലെങ്കിൽ അമ്മ എന്നെ വരുമ്പോൾ വൈകിട്ട് വരുമ്പോൾ ഉറുമ്പടിച്ച് കിടന്നാൽ അമ്മ എന്നെ കൊല്ലും. സോ കഴുകിയൊക്കെ വന്നിട്ട് വല്ലാത്ത മധുരമായിപ്പോയി ഗൈസ്, പണിയായിപ്പോയി. ഇതിനി എല്ലാ ദിവസവും കുറിച്ച് എനിക്ക് ഇല്ലാത്ത ഷുഗറും കൂടി വരുമോ എന്തോ. തേൻ തിന്നിട്ട് ഷുഗറൊന്നും വരത്തില്ലായിരിക്കും അല്ലേ? നാച്ചുറൽ അല്ലേ തേൻ? ഷുഗർ വരിക നമ്മൾ പ്രോസസ്ഡ് ഷുഗർ കഴിക്കുമ്പോഴല്ലേ? ആർക്കറിയാം. ഞാൻ സയൻസ് പഠിച്ചതാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ട ഒറ്റ കാര്യങ്ങളിൽ എന്നെ കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ 2ാമത്തെ തരം, സോറി ഗൈസ്, തീരാനായി ഗൈസ്. എനിക്ക് ഇന്നത്തേക്കും കൂടി കാണത്തുള്ളൂ, ഇന്നല്ല നാളത്തേക്കും കൂടി കാണുമായിരിക്കും. കണ്ടോ, ഇതാണ് സംഭവം. ഇതിനകത്ത് നമുക്ക് ഇത് കുടിച്ചാൽ നമ്മുടെ മെറ്റാബോളിസം കൂടുമെന്നും ഗ്ലൂട്ടോതയാമിൻ ഉണ്ടെന്നും ആണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് കുടിക്കുന്നത്. നിങ്ങളെ കാണിച്ച് കുടിക്കാൻ പറ്റിയൊരു ഗ്ലാസ് എടുക്കാൻ. അപ്പം ഇത് കുടിച്ചാൽ നമ്മൾ വെളുക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്. നാച്ചുറൽ ഗ്ലൂട്ടാതയാമിൻ ആണ്, ഗ്ലൂട്ടാതയാമിൻ അങ്ങനല്ലേ പേര്? അതൊക്കെയാണെന്നാണ് എൻ്റെ മമ്മീജി അവകാശപ്പെടുന്നത്. സോ ഗൈസ്, നല്ലൊരു കപ്പ് എടുക്കാൻ ഗൈസ്, ഇഷ്ടം പോലെ കപ്പുണ്ട്. എനിക്ക് സംശയം ഗൈസ് ഏതെടുക്കണം. ഓക്കെ, എന്നത്തിന് ഏതെങ്കിലും അങ്ങെടുത്തു അതുകൊട്ടെ. അപ്പം ഗ്ലാസ് എടുത്ത് ഗൈസ്. അപ്പം ഇപ്പോൾ ഗ്ലൂട്ടാതയാമിനൊക്കെ ഉണ്ടെന്നാണ്. ഇതൊക്കെ കുടിച്ചിട്ട് ഞാൻ വെളുത്തില്ലെങ്കിൽ നാച്ചുറൽ ഗ്ലൂട്ടാതയാമിൻ പ്രേമേ ഈശ്വര കിടക്കണേ. വെളുക്കമല്ല, ഈ സ്കിന്നിൽ ഈ ശബ്ദം ഗൈസ് ഇവിടെ. ഗൈസ്, ഇതിനകത്ത് നിന്നൊരു അവശബ്ദം നിങ്ങൾക്ക് കേൾക്കാവോ? ഒരു അവശബ്ദം കേൾക്കുന്നുണ്ട്. ഗ്യാസാന്ന് തോന്നുന്നു. പൊട്ടസാരൊക്കെ കുഴപ്പമില്ല, പൊട്ടിത്തെറിച്ചില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൊട്ടിത്തെറിച്ചില്ല ഗൈസ്, കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ദിവസത്തേക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് കണ്ടോ, ഇത്രയും എടുക്കുക ഒരു ഗ്ലാസിൻ്റെ. ഓക്കെ, ഇത്രയും വേണ്ട, ഇത് ഞാനിപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തതാണ്. ഓക്കെ, ഇത് ശകലം കൂടുതലുണ്ടായത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ ശകലം ഉപ്പിടാം, അതായിരിക്കും നല്ലത്. അല്ലാതെ ഞാൻ എങ്ങനെ കുടിക്കും ഗൈസ്? അങ്ങനല്ല എനിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ ശകലം കൂടുതലുണ്ടല്ലോ. സോ ഞാൻ വിചാരിക്കുന്നു ശകലം ഉപ്പൊക്കെ ഇടാമെന്ന്. അപ്പം ആദ്യം നമുക്ക് വെള്ളം എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഉപ്പിടാം. ഓക്കെ, വെള്ളം എടുക്കാൻ ഗൈസ് മൊത്തത്തിൽ വട്ടായിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാം ഫിൽറ്റർ വെള്ളമാണ് വരുന്നത്. സോ ഞാൻ പൈപ്പിൽ നിന്ന് തന്നെ കേട്ടോ വെള്ളം എടുക്കുന്നത്. ആദ്യം സോ ഗൈസ്, ഇതാണ് കളർ, നല്ല കിണ്ണം കച്ചി കളറല്ലേ ഗൈസ്?
സോ ഞാൻ ഇതിനകത്തൊരു ശകലം ഉപ്പൊക്കെ ഇടാം. സ്പൂൺ വളരെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, കാണാൻ പോലും ഇല്ല. അതിട്ടിട്ട് കുടിക്കാം. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നില്ല കഴിച്ചു, അതിനു മുമ്പ് 2 തുമ്മൽ തുമ്മിയത്. പിന്നെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റില്ലേ? ഇതെനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ പയ്യെ കുടിക്കത്തുള്ളൂ. ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് കുടിച്ചു തീർക്കാം. എടാ ഗൈസ്, ഇതിനകത്തിൽ നെല്ലിക്ക ടേസ്റ്റാണ് കൂടുതലുള്ളത്. സോ നല്ലതാണ്, നമുക്ക് മുടിക്ക് നല്ലതാണ് നെല്ലിക്ക കേട്ടോ. നെല്ലിക്ക കഴിച്ചാൽ മതി ഇടയ്ക്ക്. ഇനിയിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കണം നാളെ കുടിക്കണമെങ്കിൽ. ഇനി ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു നെല്ലിക്കയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആപ്പിൾ ആർക്കും ഇഷ്ടമല്ല ഗൈസ്. സോ ഇവിടെ ആപ്പിൾ മേടിക്കില്ല. പിന്നെ ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആപ്പിൾ മേടിക്കാറ്. അപ്പം അച്ഛൻ സ്കൂളിൽ പോയേക്കുന്നത് കൊണ്ട് വൈകിട്ട് വരുമ്പോൾ ആപ്പിൾ കൊണ്ടുവരുമായിരിക്കും. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇന്നുണ്ടാക്കും, എന്നിട്ട് നാളെ രാവിലെ നമ്മൾ പിന്നെയും കുടിക്കും. ഓക്കെ, ഫീൽ ഗുഡ് ഗൈസ്, ഫീൽ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഓഫാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ടേസ്റ്റ്. പിന്നെ ഇത് കഴുകി വെച്ചേക്കാം. പിന്നെ ഉറുമ്പ കഴിച്ചിട്ടുണ്ട്, കാരണം ബീട്രൂട്ട് അല്ലേ. സോ അത് കഴുകി, സ്പൂണ് പിന്നെയും കഴുകി. ഇവിടുത്തെ ടാപ്പേ ഒരിക്കൽ ഒന്ന് വൃത്തിയാക്കി, എന്തോ പ്രോബ്ലം വന്നപ്പോൾ ഒന്ന് നന്നാക്കിയതാണ്. സാധാരണ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോൾ ഓൺ ആവുകയും റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും. പക്ഷെ അപ്പുറത്തത് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഓൺ ആവുകയും ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ് ഓഫ് ആവുകയും. എന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. സോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടേ. കരാകളോ ഇപ്പം പോയാൽ ഇത് മറ്റേ ഹെയറിന് വേണ്ടിയിട്ടുള്ളത്. ഹെയറിന് വേണ്ടിയിട്ടല്ല, അത് മൾട്ടി വൈറ്റമിൻ ആണ്. ഓക്കെ, പിന്നെ ഇത് മറ്റേ സീക്കോഡ്, എന്തോ നമ്മുടെ ഒമേഗ 3 ഫാറ്റിക് ആസിഡ്. ഞാൻ മത്തിയൊന്നും കഴിക്കത്തില്ല ഗൈസ്. അതിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ മീൻ കഴിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് കൊച്ചുമീനൊന്നും ഇഷ്ടമല്ല. പിന്നെ വലിയ മീൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള മീനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഇവിടെ മങ്കട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. മങ്കട അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കേര, മോത അതൊക്കെ എനിക്കിഷ്ടമാണ്. ഈ മത്തി ഒന്നും ഇഷ്ടമല്ല. മത്തി തീരെ ഇഷ്ടമല്ല. പണ്ട് ഞാൻ നല്ലോണം കഴിക്കുമായിരുന്നു, ഇപ്പോൾ കണ്ണെടുത്ത കണ്ടുകൂടാ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇഡലിയും സാമ്പാറുമാണ്. സോ അതിനി എടുത്ത് കഴിക്കണം. സോ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ എത്ര കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഞാൻ ചിലപ്പം ഷോർട്സ് ഒക്കെ ഉണ്ടാക്കിയിടണം. നിങ്ങൾക്ക് ഏതാ സൗകര്യം? നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏത് കാണാനാണ് ഇഷ്ടം? ലോങ് വീഡിയോ ആണോ അതോ ഷോർട്സ് ആണോ? ഏത് കാണാനാണ് ഇഷ്ടമെന്ന് പറയണം. പിന്നെ ഇത് മാക്സിമം നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒപ്പിച്ചതോ ഗൈസ്. നമുക്ക് നമ്മുടെ ചാനലൊന്ന് വിപുലീകരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ വീട്ടിൽ താഴെ ആട്ടും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും പോരെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കുറേ നേരം എടുത്ത് പയ്യെ ആയിരിക്കും ഞാൻ കഴിക്കുക. കാരണം ഇവിടെ ആരും ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. സോ ചില ദിവസങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടി. ഞാനൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ല. അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം വഴക്ക് കിട്ടി ഗൈസ്. അപ്പം ഞാൻ പിന്നെ ഇപ്പം എല്ലാ ദിവസവും എല്ലാ ഫുഡും കഴിക്കും. സോ അപ്പം ഇന്നത്തെ എൻ്റെ റൊട്ടീന് എന്തൊക്കെയാണ്? ഇത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യം അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും കൃത്യമായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ജ്യൂസ് കുടിക്കുന്ന സാധനമാണ് ഇപ്പം കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് പറയാനുള്ളത്.
പിന്നെ അതൊക്കെ ഉള്ളൂ. അങ്ങനെ ഡെയിലി റുട്ടീനിൽ, ഡെയിലി അല്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, വർക്കിംഗ് ഡേയിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. കുറേ നേരമായി, ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് കേട്ടോ. സോ എല്ലാവരും ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റും നോക്കുന്നതായിരിക്കും. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ബായ്.